ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതികളായ രശ്മിയെയും ജയേഷിനെയും അവിടേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതയുണ്ട്. മർദ്ദനമേറ്റ യുവാക്കൾ ആദ്യഘട്ടത്തിൽ പരാതിയുമായി ഒന്നും സമീപിച്ചിരുന്നില്ല. പക്ഷേ പോലീസിന് ഇവരുടെ പരിക്കുകളിലൊക്കെയുള്ള സംശയം, അതേ തുടർന്നുള്ള അന്വേഷണമാണ് ഇത്ര ക്രൂരമായ ഒരു മർദ്ദനം അവിടെ നടന്നുവെന്ന് വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നത്. ഇപ്പോൾ AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, രണ്ട് പ്രതികളെയും ജയേഷിനെയും രശ്മിയെയും വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ജയേഷിനെയാണ് നിലവിൽ വീട്ടിൽ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ആറന്മുള പോലീസ് തന്നെയാണ് പ്രതികളുമായി. ചരൽക്കുന്നിലെ ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് രണ്ട് യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ ജയേഷുമായി വീട്ടിൽ, അവരുടെ തന്നെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് രണ്ട് യുവാക്കളെയും അതിക്രൂരമായി ആക്രമിച്ചത്, മർദ്ദിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ ജയേഷിന്റെ ഭാര്യയുമായി യുവാക്കൾക്ക് അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഭാര്യയും ജയേഷും ചേർന്നാണ് ഈ യുവാക്കളെ രണ്ടുപേരെയും വിളിച്ചു വരുത്തുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ജയശങ്കർ, തുടരാം. അതായത് ഗോകുൽ, ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ വീണ്ടും കോടതിയിലേക്ക് എത്തിക്കുക എന്നതാണ് നിലവിൽ ആറന്മുള പോലീസിന്റെ ഒരു ദൗത്യം. കാരണം ഈ കേസ് നടന്നിരിക്കുന്നതിന്റെ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് വിപ്രം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ആറന്മുള സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന FIR ഉൾപ്പെടെ കോയിപ്പുറത്തേക്ക് നൽകേണ്ടതുണ്ട്. ഇതിനുൾപ്പെടെയുള്ള നടപടികൾ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് സ്വീകരിക്കുക. ആറന്മുളയുടെ FIR കോയിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോഴെന്തായാലും ജയേഷിനെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പിനായി ഇങ്ങോട്ട് പ്രതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലം വലിയ രൂക്ഷമായ രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ചീത്ത പറയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ എന്തായാലും തെളിവെടുപ്പിൽ ഒരു കൂസലും ഇല്ലാതെയാണ് പ്രതി ജയേഷ് ഈ വീട്ടിലേക്ക് വന്നത്. മുഖത്ത് ഒരു തരി പോലും കുറ്റബോധമില്ല. താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയെന്ന ഒരു ഭാവത്തിലാണ്, ഒരു അഹങ്കാര ഭാവത്തോടു കൂടി തന്നെയാണ് പ്രതി ജയേഷ് ഈ വീട്ടിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത്. തെളിവെടുപ്പ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ കുറ്റകൃത്യമൊക്കെ നടന്ന റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും കെട്ടിയിട്ടുകൊണ്ട് ക്രൂരമായി ജനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ സ്റ്റേപ്ലർ അടിച്ച ആ മുറിയിൽ പോലീസ് നിലവിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതിങ്ങനെ നിലവിൽ പുരോഗമിക്കുന്നു. കാര്യങ്ങളൊക്കെ ജയേഷിൽ നിന്ന് പോലീസ് പരമാവധി ചോദിച്ചറിയാനുള്ളൊരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നിലവിൽ ഈ ജയേഷിന്റെ ആറന്മുള സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. ഇവരെ നിലവിൽ തെളിവെടുപ്പിനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇവരെ കൂടി പിന്നീട് ഒരു ഘട്ടത്തിൽ കോയിപ്പുറം പോലീസ് ആയിരിക്കാം ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നുള്ള ഒരു തെളിവെടുപ്പിലേക്ക് എടുക്കുക. ഇന്ന് തന്നെ എന്തായാലും പൂർത്തിയാക്കി പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം കേസ് ഉൾപ്പെടെ ആറന്മുള സ്റ്റേഷനിൽ നിന്ന് കോയിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പോലീസ് നിലവിൽ ആലോചിക്കുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് അത് പുരോഗമിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കയ്യിലുള്ളത് കുറച്ച് ദൃശ്യങ്ങളും കുറച്ച് വാട്സപ്പ് ചാറ്റുകളും കുറച്ച് അധികം മൊഴികളും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണം, സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കണം. നിലവിൽ പോലീസ് കോടതിക്ക് മുന്നിൽ ഉൾപ്പെടെ വെക്കുന്നത് ഈ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഈ കഥയിൽ പലതരത്തിലുള്ള വ്യക്തതകൾ വരാനുണ്ട്. കാരണം ഈ ആക്രമിക്കപ്പെട്ട ഇരകൾക്ക് ഈ പ്രതിയുടെ ഭാര്യയുമായി ഉൾപ്പെടെ ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധമൊക്കെ ഏത് തരത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു, കണക്ഷൻ എന്തായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു വിശദമായ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കുന്നു. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് ഇനി കുറച്ചധികം പണികളുണ്ട്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുകയാണ്. കാരണം ഇതൊരു സൈക്കോപാത്തായ ഭാര്യയും ഭർത്താവും ചെയ്ത കൃത്യമാണോ, അത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരം ഇതിന് പിന്നിലുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലക്ഷ്യമാണോ? അങ്ങനെ മൂന്നിലധികം ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിന് മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തണം. ഇവരെ വിശദമായി ചോദ്യം ചെയ്യണം. കൂടുതൽ പേരെ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പീഡിപ്പിക്കുകയും അവരുടെ പണം ഉൾപ്പെടെ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഗോകുൽ. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പ്രാഥമിക നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ഈ കേസ് ആറന്മുള പോലീസ് കോയിപ്പുറത്തേക്ക്
നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആറന്മുള പോലീസിന് തോന്നിയ ചില സംശയങ്ങളാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ക്രൂരമായ, കേരളം തന്നെ ഞെട്ടുന്ന ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ ആയത് എന്ന് തന്നെ പറയാം. കാരണം കേരള പോലീസിനെതിരെ കഴിഞ്ഞ കുറെ ദിവസമായി വലിയ തോതിലുള്ള ആക്രമണം പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പോലീസിന്റെ സൽപ്പേര് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആറന്മുള പോലീസ് ആറന്മുള സ്റ്റേഷനിൽ ഒരു SIക്ക് തോന്നിയ സംശയമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചത്. റാന്നിയിൽ ഈ യുവാവിനെ റോഡരികിൽ ഉപേക്ഷിച്ചു പോകുന്നു, ഈ ഭാര്യയും ഭർത്താവും. അതിനുശേഷം ഇദ്ദേഹം ആറന്മുള സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ നേടുന്നു. ആ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ പോലീസിന് ഇന്റിമേഷൻ നൽകുന്നു. പോലീസ് എത്തി ചോദ്യം ചെയ്യുന്നു. ഇദ്ദേഹം റാന്നി സ്വദേശിയായ യുവാവ് അവിടെയും ഇവിടെയും തൊടാതെ തന്റെ കാമുകിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ മർദ്ദിച്ചു എന്നൊരു മൊഴി നൽകുന്നു. പക്ഷേ പോലീസിന് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിശദമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെ ക്രൂരമായ സൈക്കോപാത്തുകളായ ദമ്പതികളെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് അതീവ രഹസ്യമായി ജില്ലാ പോലീസ് മേധാവിയെ കൂടി വിവരങ്ങൾ അറിയിച്ചതിനു ശേഷം ഈ ജയേഷിനെയും ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നു. അങ്ങനെ വിവിധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ റാന്നി സ്വദേശി ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR വരെ ഇട്ടിരുന്നു. അതിൽ ചില പ്രതികളും ഉണ്ടായിരുന്നു. പിന്നീട് ഇതിന്മേൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. വീണ്ടും മൊഴിയെടുത്തതിനു ശേഷമാണ് പുതിയ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തെളിവെടുപ്പ് ഇവരുടെ ഷെഡ് പോലെയുള്ള ചെറിയ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഈ കൃത്യങ്ങളെല്ലാം നടന്ന, ഈ ക്രൂരതകളെല്ലാം നടന്ന ആ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ കൊടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ജയേഷിനെ മാത്രമാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളുടെ വലിയൊരു ജനസഞ്ചയം തന്നെ ഈ വീടിന് മുമ്പിൽ കൂടി നിൽപ്പുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർ ഇത്രയും കാലം ഈ ക്രൂരതകളൊന്നും അറിഞ്ഞിരുന്നില്ല. തങ്ങളുമായി വലിയ അടുപ്പമൊന്നും ജയേഷും ഭാര്യയും സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് അവർ പറയുന്നു. പോലീസും നിലവിൽ ഇതൊക്കെ തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഈ വിഷയം മേൽനോട്ടത്തിൽ അന്വേഷിക്കുമെന്നാണ് SP നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് ഇന്ന് തന്നെ കഴിയുമെങ്കിൽ കോഴിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. ബാക്കി നടപടികളെല്ലാം തന്നെ കോഴിപ്പുറം പോലീസായിരിക്കും ഈ വിഷയത്തിൽ തുടർന്ന് സ്വീകരിക്കുക. നിലവിൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആറന്മുള പോലീസാണ് നടത്തുന്നത്. പോലീസിനെ സംബന്ധിച്ച് വലിയ ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്, ഒരുപാട് ദുരൂഹത നീങ്ങേണ്ടതുണ്ട്. പലരുടെയും മൊഴികൾ, ഈ മർദ്ദനമേറ്റ യുവാവിന്റെ മൊഴി, ഒപ്പം ഈ പ്രതികളുടെ ഭാഷ്യം, ഇതിൽ ഇവരുടെ പക്കലുള്ള ദൃശ്യങ്ങൾ, ഇവരുടെ ഇടപാടുകൾ, ചാറ്റുകൾ, ഇതൊക്കെ കുറേയേറെ അവ്യക്തത ഉണ്ടാക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ഇത് കൃത്യമായ ഒരു അന്വേഷണ സംഘത്തിലേക്ക് കേസ് എത്തണം. 2 സ്റ്റേഷനുകളിലായി നിൽക്കുന്ന ഈ കേസിന് ഇപ്പോൾ കോഴിപ്പുറം സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. ആ സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘം തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധിക്കുക. അപ്പോൾ മാത്രമേ എന്താണ് ഈ വ്യക്തികൾ തമ്മിൽ, പരാതിക്കാരും പ്രതികളും തമ്മിലുള്ള ബന്ധം, ഇടപാടുകൾ, ഇവിടെ ഒരു ഹണി ട്രാപ്പ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും ഇടപാടുകൾ, തർക്കം, വൈരാഗ്യമൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരിക. AV ജയശങ്കറാണ് കോഴിപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.